ഹായ്. ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കൊച്ചു ബാലൻ്റെ കഥയാണ്. 1987 ജൂൺ മാസം 24 അർജൻറ്റീനയിലെ ഒരു പട്ടണത്തിൽ ജനിച്ച ഒരു ബാലൻ്റെ കഥ. അത് കഥ എന്ന് പറഞ്ഞാൽ തെറ്റായി പോകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിലെ അനേക നേട്ടങ്ങൾ നേടിയെടുത്ത വലിയ ഒരു ഇതിഹാസ താരമായിട്ട് മാറിയ വ്യക്തിയാണ് അദ്ദേഹം. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ആ വ്യക്തിയെന്ന്. മറ്റാരുമല്ല, ലയണൽ മെസ്സി. അർജന്റീനയുടെ ദേശീയ ആ വലിയ താരത്തിൻ്റെ ജീവിതമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുന്നത്. പുസ്തകപ്പുഴു എന്നുള്ള ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. താങ്ക് യു. 1984 ജൂൺ മാസം 24 ജനിച്ച ആ പയ്യൻ, അവൻ്റെ ജീവിതത്തിലെ നല്ല സ്വഭാവങ്ങൾ അനേകം നമുക്ക് തൻ്റെ ജീവിതം നോക്കിയാൽ മനസ്സിലാവും. അതിലെ ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം എൻ്റെ മകൾ മീവലും ഈ ഒരു വിഷയമായതുകൊണ്ട് സംസാരിക്കാം എന്ന് ആഗ്രഹിച്ച് വന്നിരിക്കുക. മീവൽ കണ്ട ഏറ്റവും വലിയ മെസ്സിയുടെ ഒന്നാമത്തെ ഗുണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമൊന്ന് പറയാമോ? അവന് ചെറുപ്പം മുതലേ ഫുട്ബോളിനോട് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല, അവനെ ഫുട്ബോളിലേക്ക് നയിച്ച മുത്തശ്ശിയോട് എത്ര വളർന്നിട്ടും നന്ദിയുള്ളവനായിരുന്നു. അതെ, ഒന്നാമത്തെ കാര്യം, താൻ ചെറുപ്പം മുതൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. വേറെ ഒന്നിനോടും അധികം താല്പര്യമില്ല. ഫുട്ബോളാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അവൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതായിരുന്നു അവൻ്റെ ടാലൻറ്റ്. ഇത് തിരിച്ചറിഞ്ഞത് അവൻ്റെ മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയാണ് അവനെ ഫുട്ബോളിലേക്ക് ആദ്യമായിട്ട് നയിച്ച് കൊണ്ടുവരുന്നത്. അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇപ്പോൾ ലോകത്തിലെ ഏതൊരു രാജ്യത്തിനെതിരെയും ക്ലബിനെതിരെ ആയാലും അദ്ദേഹം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് ആ മുത്തശ്ശിക്ക് നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം ആ ഇൻ്റർവ്യൂവിൽ പറയുന്നതായിട്ട് അറിഞ്ഞത്. എന്ന് പറഞ്ഞാൽ തൻ്റെ മുത്തശ്ശിയോടുള്ള ആ നന്ദി ഇന്നും എത്ര വലിയ നേട്ടങ്ങൾ നേടിയിട്ടും ആ നന്ദി ഒരിക്കലും മറക്കാത്ത ഒരു നല്ല സ്വഭാവം മെസ്സിയിൽ കാണുവാനായിട്ട് കഴിയും. ഇന്നത്തെ യുവതലമുറ പലപ്പോഴും ആ മുത്തശ്ശിയോ അല്ലെങ്കിൽ പാരൻസോ ഒക്കെ പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, അവരത്രയും അപ്ഡേറ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് അവർ തള്ളിക്കളയാറുണ്ട്. പക്ഷേ മെസ്സി എന്ന് പറയുന്ന അത്രയും വലിയൊരു താരം തൻ്റെ ഗ്രാൻഡ് മദറിനെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് എത്ര നല്ല സ്വഭാവമായിട്ട് ഇത് വായിച്ചപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ അവൻ്റെ സ്വഭാവം, ഏകദേശം 11 വയസ്സല്ലേ, 11 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ രോഗം, തനിക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്യുവാനായിട്ട് ഇടയായി അല്ലേ. അത് കാരണം അവൻ്റെ പാരൻസ് വളരെ ബുദ്ധിമുട്ട് നേരിട്ടു. എന്തായിരുന്നു അവൻ്റെ പ്രശ്നം? എന്തായിരുന്നു? അവന് കൃത്യമായി വളർച്ച ലഭിക്കുകയില്ല എന്ന അസുഖമാണ് അവനുണ്ടായത്. ഓക്കെ, കൃത്യമായിട്ട് വളർച്ച ഉണ്ടാകാത്ത ഒരു അസുഖമായിരുന്നു അവന് ഡയഗ്നോസ് ചെയ്തത്. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, അവൻ്റെ പാരൻസോ അല്ലെങ്കിൽ മെസ്സിയോ തൻ്റെ പാഷൻ ആ ഒരു അസുഖം കണ്ടുപിടിച്ചു എന്നുള്ള നിരാശാബോധത്തിൽ അത് ഒതുങ്ങിക്കൂടുവാനായിട്ട് അവർ തീരുമാനിച്ചില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. തൻ്റെ പാഷൻ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു അവൻ്റെ ഫാദറിന് അല്ലെങ്കിൽ പിതാവിൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി 1 മാസം ആവശ്യമായിരുന്നു എന്നാണ് കണക്ക് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ചിലവാക്കിയാലും അവരുടെ പാഷനോ അല്ലെങ്കിൽ അവൻ്റെ ടാലൻറ്റോ മാറ്റി വയ്ക്കുവാനായിട്ട് മെസ്സിയോ പാരൻസോ തയ്യാറായില്ല. ആ പ്രതിബന്ധം തരണം ചെയ്യുവാനായിട്ട് അവൻ തയ്യാറായി എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റിയായിട്ട്. പലപ്പോഴും നമ്മുടെ ഈ ഒരു തലമുറയിൽ പലരും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ വന്നാൽ ആ അസുഖത്തിൽ ഉള്ളിലേക്ക് അവർ ഉൾവലിഞ്ഞു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെ പാഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു രീതിയിലേക്ക് പോകാൻ സാധ്യത. എന്നാൽ മെസ്സിയുടെ ജീവിതത്തിൽ അത് മാറ്റി വയ്ക്കുവാനായിട്ട് അവൻ തയ്യാറായില്ല. അതുമാത്രമല്ല, ആ ഒരു കാരണം കൊണ്ട് തന്നെ അവൻ്റെ കഴിവ് തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ കാണിക്കുവാനായിട്ട് സ്പെയിൻ എന്ന രാജ്യത്തിലെ ക്ലബ്ബായിട്ടുള്ള ബാഴ്സലോണ ക്ലബ്ബ് അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അപ്പോൾ പാരൻസിനൊപ്പം താൻ അവിടെ പോയി തൻ്റെ കഴിവുകളൊക്കെയും അവരുടെ മുമ്പാകെ കാണിച്ചു. അവർക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് അവരൊരു പേപ്പർ നാപ്കിനിൽ തന്നെ എഴുതി ഈ മെസ്സി എന്ന് പറയുന്ന പയ്യനെ അവരങ്ങ് എടുക്കുക എന്നാണ് പറഞ്ഞത്. അവർ മുഴുവൻ ചെലവും തൻ്റെ
ചികിത്സയ്ക്ക് പോലും ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്പോൺസർഷിപ്പും ആ ക്ലബ്ബ് ഏറ്റെടുത്തതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ ആ അസുഖം കാരണം അവൻ മടിച്ച് നിരാശനായിട്ട് ഇരുന്നുവെങ്കിൽ ഇന്ന് ഒരു ക്ലബ്ബിൽ ബാഴ്സലോണയിൽ അവൻ എത്തത്തില്ല. ഇങ്ങനെ ഒരു ഇതിഹാസ താരത്തെ തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയില്ലായിരുന്നു. പക്ഷേ അത് മെസ്സി വളരെ ധൈര്യത്തോടു കൂടി നേരിട്ടതാണ് രണ്ടാമത്തെ അവൻ്റെ സ്വഭാവ ഗുണമായിട്ട് കാണുന്നത്. മൂന്നാമത്തത്, അവൻ പഠിച്ച് ട്രെയിൻ ചെയ്ത രാജ്യം അല്ലെങ്കിൽ ക്ലബ്ബ് എന്ന് പറയുന്നത് സ്പെയിനിലാണ്. അവന് വേണമെങ്കിൽ സ്പെയിനിൽ കളിക്കാമായിരുന്നു അല്ലേ? സ്പെയിനിൽ അവന് വേണമെങ്കിൽ നല്ല ട്രെയിനിങ് ലഭിച്ച് ആ രാജ്യത്ത് തന്നെ കളിക്കാം. പക്ഷേ അവിടെയാണ് മെസ്സിയുടെ ലോയൽറ്റി നമ്മൾ കാണുന്നത്. മെസ്സി ഒരിക്കലും സ്പെയിനിന് വേണ്ടി കളിക്കാനായിട്ട് തയ്യാറായില്ല. മറിച്ച് താൻ ജനിച്ചു വളർത്തപ്പെട്ട അർജൻറ്റീനയിൽ തന്നെ വന്ന് അർജൻറ്റീനയിൽ നാഷണൽ പ്ലെയർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലെയറായിട്ട് ഇറങ്ങാനായിട്ടാണ് മെസ്സി തീരുമാനിച്ചത്. അത് വളരെ എനിക്കൊരു ചിന്തിപ്പിച്ച വിഷയം. കാരണം അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത രാജ്യത്തിലെ ക്ലബ്ബ് ആ രാജ്യത്തിന് വേണ്ടി ഇറങ്ങാനാണ് സാധാരണഗതിയിൽ സാധ്യതയുള്ളത്. എന്നാൽ അവൻ ഇറങ്ങിയത് അവൻ ജനിച്ചു വളർന്ന രാജ്യത്തിന് വേണ്ടിയേ ഇറങ്ങൂ എന്നുള്ള ഒരു നന്ദി, ഒരു ലോയൽറ്റി അവിടെ മെസ്സി കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ലോയൽറ്റി എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഇത്രയും വലിയൊരു താരത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അതിശയിപ്പിക്കുന്ന വിഷയം തന്നെ. അതാണ് മൂന്നാമത്തെ ക്വാളിറ്റി. 4, ഇങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിൽ തനിക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അർജൻറ്റീന രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്ത് തനിക്ക് കളിക്കുവാനായിട്ട് സാധ്യത തെളിഞ്ഞു. പക്ഷേ തനിക്ക് വേണ്ടിയിട്ട് ആ രാജ്യത്തിന് വേണ്ടി കളിച്ചപ്പോൾ ക്ലബിന് വേണ്ടി പെർഫോം ചെയ്ത അത്രയും പെർഫോമൻസ് തനിക്ക് രാജ്യത്തിന് വേണ്ടി ആദ്യകാലങ്ങളിൽ എടുക്കുവാനായിട്ട് മെസ്സിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ആ സമയത്ത് എന്താ സംഭവിച്ചേ? അവൻ അതിൽ നിരാശപ്പെട്ടില്ല. അവൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരുന്നു. മറ്റുള്ളവർ അവൻ്റെ മേലെ കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതായത് അവൻ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ക്ലബിന് വേണ്ടി അതൊക്കെ ചെയ്യുന്നു, എന്തുകൊണ്ട് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നില്ല. 2022 അതായത് 2018 വേൾഡ് കപ്പിൽ ഫൈനൽ വരെ അവർ എത്തി തോറ്റുപോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് രാജ്യത്തിന് വേണ്ടി ഒരു ലോകകപ്പ് നേടിക്കൊടുക്കാൻ തക്ക പാകത്തിൽ കഴിവില്ല എന്നുള്ള രീതിയിൽ അനേക കുറ്റപ്പെടുത്തലുകൾ പല മേഖലകളിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്നു. അത് ഒരുപക്ഷെ വിരമിക്കാൻ വരെ പാകത്തിലുള്ള രീതിയിൽ അത്രയും വിമർശനങ്ങൾ തനിക്കെതിരായിട്ട് വന്നു. എന്നാൽ ചിലരൊക്കെ മെസ്സിയോടൊപ്പം നിൽക്കുകയും മെസ്സി പിന്നെയും കളിക്കുവാനായിട്ട് തയ്യാറായി. അങ്ങനെ 2022 ഫ്രാൻസിനെതിരെ താൻ ജയിച്ച് ആ ലോകകപ്പ് പിടിച്ചു നിൽക്കുന്ന ഒരു രംഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇന്നും ഓർമ്മയുള്ള ഒരു ചിത്രമാണ്. ഒരു പക്ഷേ മെസ്സിക്ക് വിമർശനങ്ങൾ വന്നപ്പോൾ അത് വേണ്ട, എന്നാൽ പിന്നെ നിർത്തിക്കോളാം, വിരമിക്കാം എന്ന് വിചാരിച്ച് മെസ്സി അവിടെ നിർത്തിയിരുന്നുവെങ്കിൽ മെസ്സിക്കൊരു ലോകകപ്പ് തൻ്റെ രാജ്യത്തിന് വേണ്ടി നേടിക്കൊടുക്കുവാനായിട്ട് സാധിക്കില്ലായിരുന്നു എന്നതാണ് സത്യം. പക്ഷേ അതിലൊന്നും തളരാതെ മെസ്സി മുന്നോട്ട് പോയി. നമുക്കെതിരെ വരുന്ന വിമർശനങ്ങളെ, പ്രയാസങ്ങളെ ആരെങ്കിലും തളർത്തിയാലോ അതിൽ തളർന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ കഴിവിന് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. അത് മറ്റുള്ളവരാരെയും നോക്കേണ്ട ആവശ്യമില്ല. ഒരു നാൾ ആ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ വി വിൽ ഡെഫിനറ്റ്ലി വിൻ അറ്റ് എ സർട്ടൺ മൊമെൻറ്റ്. ഒരു നിമിഷത്തിൽ നമുക്ക് ജയിക്കുവാനുള്ള ഒരു സമയം എന്തായാലും തെളിഞ്ഞു വരും എന്ന് മെസ്സിയുടെ ജീവിതത്തിൽ അറിയുവാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഇപ്പോൾ ഫുട്ബോൾ വേൾഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വൈശാഖ് എന്നല്ലേ പേര്? വൈശാഖ് എന്ന് പറയുന്ന ഒരു പയ്യൻ കഴിഞ്ഞ ബ്രസീൽ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു തോൽവി ഉണ്ടായി ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന്. അതിൽ വളരെ ഫാനായിട്ടുള്ള ഒരു പയ്യനാണ് അവൻ. അത് ഹൃദയത്തിലെടുത്ത് ഇമോഷൻസ് കാരണം ആ ബ്രസീൽ ഒരു കളി തോക്കുവാനായിട്ടിടയായി. തോറ്റത് മുഖാന്തരം തനിക്ക് സ്ട്രോക്ക് വന്നു എന്നുമാണ് ആ വാർത്തയിൽ പറയുന്നത്. അതിനിപ്പോഴും വീൽ ചെയറിലാണ്. എത്ര വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അത് കേൾക്കുന്നത് അല്ലേ? നമ്മൾ പല ഫാൻസുകളും ഒക്കെ ഉണ്ട്. അർജൻറ്റീനയ്ക്ക് ഫാൻസ് ഉണ്ട്, പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, ഫ്രാൻസിനുണ്ട്, ബ്രസീലിനുണ്ട്. പക്ഷേ നമ്മൾ ഫാൻസ് ആകുന്ന കുഴപ്പമില്ല. പക്ഷേ അത് വി ഷുഡ് കീപ്പ് ഇറ്റ് ഇൻ ദ ലിമിറ്റ്സ് ഓഫ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ അത് എടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലാതെ അതിൽ കവിഞ്ഞൊരു ഇമോഷൻ കൊണ്ടുവന്നാൽ
അത് നമ്മുടെ ആ ഒരു പയ്യൻ്റെ ജീവിതം തന്നെ മാറുവാനായിട്ട് ഇടയായി. എത്ര വേദനിപ്പിക്കുന്ന ആ പയ്യൻ്റെ ആ പാരൻസിനൊക്കെ എത്ര വിഷമം ഉണ്ടാക്കിയ കാര്യമായിരിക്കും. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അർജൻറ്റീനയുടെ കളി നടക്കുകയുണ്ടായി കേപ്പ് വെർദെ ആയിട്ട്. ആ കളിയിൽ കേപ്പ് വെർദെ വളരെ പൊരുതി തോറ്റുവെങ്കിലും കേപ്പ് വെർദയുടെ ആ പ്ലെയേഴ്സിനെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് അർജൻറ്റീനയിലെ ആരാധകർ സ്റ്റേഡിയത്തിലും അതുപോലെ പ്ലെയേഴ്സും അവരെ കൈയടിച്ചുകൊണ്ടാണ് ആ പവലിയനിലേക്ക് കയറ്റി വിടുവാനായിട്ട് ഇടയായത്. അതായത് ഓപ്പോസിറ്റ് ടീമിൽ തോറ്റവരെ പോലും ബഹുമാനിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന നമ്മൾ ഒരിക്കലും തോറ്റവരെ കളിയാക്കാനായിട്ട് പോകരുത്. ഏത് കളിയായിക്കോട്ടെ, ഏത് ഗെയിമോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ തോക്കുന്നവരെ കളിയാക്കാൻ തോക്കുന്നവരെ കളിയാക്കാനായിട്ട് നമ്മൾ ഒരിക്കലും പാടില്ല. തോക്കുന്നവരൊരിക്കലും നമ്മൾ കളിയാക്കരുത്. അതൊരു നല്ല സ്വഭാവമല്ല. കഴിഞ്ഞ ദിവസം അർജൻറ്റീന ടീം നല്ലൊരു മോഡൽ അതിന് കാണിച്ചു തരികയുണ്ടായി. ഈ രീതിയിൽ ആണ് ഈ മെസ്സിയുടെ ജീവിതം നമുക്ക് കാണാം. മെസ്സി എന്ന ഫുട്ബോളർ അനേകം നേട്ടങ്ങൾ നേടിയിട്ടുണ്ടാവും. പക്ഷേ മെസ്സി എന്നുള്ള വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലേ. മെസ്സി എന്ന വ്യക്തിയുടെ സ്വഭാവം വളരെ നല്ല മാതൃക ആക്കേണ്ടുന്ന അനേക സ്വഭാവങ്ങളുണ്ട്. ഇതാണ് ആ പുസ്തകം. ഇത് സ്പാനിഷിലാണ് ആദ്യം എഴുതിയിരുന്നത്. അത് പിന്നീട് ഇംഗ്ലീഷിലോട്ട് മാറ്റി അല്ലേ. ഇംഗ്ലീഷിലോട്ട് മാറ്റിയ ഒരു പുസ്തകമാണ് ഞാൻ വായിച്ചത്. വളരെ നല്ലൊരു പുസ്തകമാണ്. മെസ്സി എന്നുള്ള ജീവിതത്തിന് അവൻ്റെ അനേക മൈൽ സ്റ്റോൺസൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അതല്ല എൻ്റെ വിഷയം. പക്ഷേ മെസ്സിയുടെ ആ ക്യാരക്ടർ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് അവതരിപ്പിക്കാനായിട്ട് കഴിഞ്ഞതിൽ താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അല്ലേ. ബൈ ബൈ.